പേഴ്സണലി പരിചയപ്പെടുന്ന പേര് റഫീഖ് റഹ്മാൻ, വീട് കുന്നംകുളത്താണ്. മോദിക്കർ ബിസിനസ്സിൽ വരുന്ന ജനുവരി 14-ാം തീയതിക്ക് ഞാൻ 10 വർഷം കംപ്ലീറ്റ് ചെയ്യാണ്. 2016 ജനുവരി 14-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. മോദിക്കർ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോ എന്ന് പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് അറിയും, ചില ആളുകൾക്ക് അറിയില്ല. ഞാൻ ബൈക്കിൽ മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോദിക്കർ ബിസിനസ്സിലേക്ക് വരുന്നത്. നന്നായി പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉമ്മയുടെ ഫാമിലിയൊക്കെ കൃഷിക്കാരുടെ ഫാമിലിയാണ്, ഉപ്പാടെ ഫാമിലി കച്ചവടക്കാരാണ്. അപ്പൊ നന്നായി പഠിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥനാണെന്ന ആഗ്രഹം കൊണ്ട് 10ാം ക്ലാസ്സിൽ ഞാൻ അമ്മായി കഷ്ടപ്പെട്ട് പഠിച്ചു. എനിക്ക് 72 മാർക്ക് കിട്ടി. ചില ആൾക്കാർ കൈയടിച്ചില്ല, കൈയടിച്ചു. എന്തിനാന്ന് മനസ്സിലായില്ല കൈയടിച്ചത്. 72% മാർക്കാണ്. അങ്ങനെ അത് കിട്ടി. അതുകൊണ്ട് എനിക്ക് നന്നായി പഠിക്കാനൊന്നും പിന്നീട് പറ്റിയില്ല. ഞാൻ ഉപ്പാടെ കൂടെ മീൻ ബിസിനസ്സിലേക്ക് പോയി. 2016-ലാണ് മോദിക്കർ ബിസിനസ് എനിക്ക് എന്റെ സുഹൃത്ത് രാജേഷ് പരിചയപ്പെടുത്തിയത്. അങ്ങനെ മോദിക്കർ ബിസിനസ്സിൽ 2-3 മാസമൊക്കെ ഇങ്ങനെ പിച്ച വെച്ച് പോയി. 4-ാമത്തെ മാസം 5-ാമത്തെ മാസം ഞാൻ ഇവിടെ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു. പിന്നീട് അങ്ങോട്ട് എനിക്ക് മുന്നോട്ട് അധികം പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡയറക്ടറിൽ ഇങ്ങനെ സ്റ്റക്കായി. അങ്ങനെ ഒരു 1.5 വർഷക്കാലം അങ്ങനെ പോയി. അങ്ങനെ ഇതേപോലത്തെ ഒരു പ്രോഗ്രാം 2017 മെയ് 30-ാം തീയതി ഒരു ബുധനാഴ്ച ഇതുപോലെ തൃശ്ശൂർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് എന്റെ ലൈഫ് മാറിയത്. ഇപ്പൊ ബിസിനസ് വിജയിക്കണമെങ്കിൽ റെഗുലർ ആയിട്ട് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ലീഡേഴ്സിന്റെ സ്പീച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ത്രെഡ് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. വളരെ പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ മോദിക്കർ ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ രാവിലെ ഉച്ചവരെ മീൻ കച്ചവടം ചെയ്യും. അതിനുശേഷം വെയിലൊക്കെ ഒന്ന് അറിയുന്നതിന് ശേഷം മോദിക്കർ ചെയ്യും. അങ്ങനെ 3 വർഷക്കാലം ഞാൻ മോദിക്കർ ചെയ്തത് മീൻ കച്ചവടത്തിന്റെ കൂടെ ആയിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ വൈഫ്, എനിക്ക് ടോൺസിലിന്റെ ഇൻഫെക്ഷൻ വന്നു, വൈഫിന്റെ കൈയൊടിഞ്ഞു. അങ്ങനെ കേട്ടൊരു 1.5 മാസക്കാലം എനിക്ക് മീൻ കച്ചവടത്തിന് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വലിയൊരു നെറ്റ്വർക്ക് മീൻ കച്ചവടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 1.5 മാസം ഞാൻ വീട്ടിലിരുന്നപ്പോ ഞാൻ മീൻ കൊടുത്ത വീട്ടിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് വരുമാനം കിട്ടിയില്ല. ആ നെറ്റ്വർക്കിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ മോദിക്കർ 3 വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ കച്ചവടത്തിന്റെ കൂടെ. ആ 1.5 മാസം ഞാൻ വെറുതെ വീട്ടിലിരുന്ന സമയത്ത് മാസം 40,000-ലധികം വരുമാനം ആ നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ഈ പാർട്ടിയിലും ശക്തി 2019 കൂടെ ഞാൻ മീൻ കച്ചവടം നിർത്തി. അതിന് കാരണം ഒരു 50,000-ന്റെ മേലെ വരുമാനം മോദിക്കറിന് എനിക്ക് കിട്ടാൻ തുടങ്ങിയതുകൊണ്ട് 2019 മീൻ കച്ചവടം വെച്ച് ഫുൾ ടൈം മോദിക്കറിലായി. 2020 ഫെബ്രുവരി 8-ാം തീയതി ഞാൻ ഹോണ്ട അമേസ് കാർ പർച്ചേസ് ചെയ്തു. അതിനുശേഷം എന്റെ ടീമിൽ 30 കാർ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഓപ്പർച്യൂണിറ്റിയോട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2020 കൊറോണയ്ക്ക് കത്തി നിൽക്കുന്ന സമയത്ത് ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് 1 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് 11-ലധികം 1 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. പലപ്പോഴും ആളുകൾക്ക് ഇനി അടുത്തൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന 100 ആളുകളെ ഇന്ത്യ മഹാരാജ്യത്തിന് ടാക്സ് കൊടുക്കുന്ന ആളുകളായിട്ട് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. അത് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന കൊണ്ട് സാധിക്കട്ടെ ആശംസിക്കുന്നു. പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അധികം സംസാരിക്കാൻ, അല്ലെ, നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കാണ് പറ്റുക എന്നാണ് നമ്മൾ പൊതുവെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. നമുക്ക് സംസാരിക്കാൻ അറിയണമെന്നൊന്നുമില്ല. നന്നായിട്ട് സംസാരിക്കാൻ അറിയണം 4 ആളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമ്മൾ സംസാരിക്കേണ്ട. മനസ്സിലായോ? 4 ആളുകൾ. ചില ആളുകൾ എനിക്ക് അത്രമാത്രം ബന്ധങ്ങളൊന്നുമില്ല. നമുക്ക് ബന്ധം വേണ്ടെന്നേ. നല്ല ബന്ധങ്ങളുള്ള 4 ആളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. ഞാൻ ചിന്തിക്കാൻ എന്തായിരിക്കും, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ എന്നാണ്. പക്ഷെ 4 വിദ്യാഭ്യാസമുള്ള ആളുകളെ കൊടുത്താൽ എന്റെ ടീമിൽ ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആള് ഞാനാണ്. അപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള 4 ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അവരത് ഏൺ ചെയ്തോളും. മനസ്സിലായില്ലേ? പിന്നെ തീരെ പറ്റാതെ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ടകശനി എന്ന് കണ്ടിട്ടില്ലേ? എന്ത് ചെയ്താലും കഷ്ടകാലമുള്ള ആൾക്കാരുണ്ടാവും. കണ്ടകശനി സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിവൃത്തിയില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശുക്രദശയുള്ള 4 ആളെ ചേർത്താൽ മതി. നമുക്കല്ലേ കണ്ടകശനി, അവർക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏത് ആൾക്കും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും സാധിക്കും. ഇതിനകത്ത് ബിസിനസ് ഇനി നമുക്ക് ജന്മന സംസാരിക്കാൻ അറിയില്ലെങ്കിലോ? ജന്മന സംസാരിക്കാൻ ചേർത്താൽ മതി. അപ്പൊ എന്ത് ചെയ്താലും ഈ ബിസിനസ് വിജയിക്കും. ഒറ്റ കാര്യമുള്ളൂ, റെഗുലർ ആയിട്ട് പ്രോഗ്രാമിൽ വരിക. വരുമ്പോ 1-2 പേരെ വിളിച്ചുകൊണ്ടുവരിക. എന്റെ ബിസിനസ്സിലെ സക്സസിന്റെ ഒറ്റ രഹസ്യം അതാണ്. ഞാൻ റെഗുലർ ആയിട്ട് പ്രോഗ്രാമിൽ വരും. വരുമ്പോ ആരെങ്കിലും വിളിച്ചിട്ട് വരും. ഇത് മാത്രം ചെയ്താൽ മതി. ഈ ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും വിജയം ആശംസിക്കട്ടെ. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.